ലോകത്തുള്ള എല്ലാവരെക്കാളും ഉയർന്നവരാണ്. നോക്ക് നിങ്ങൾ, ആ സ്വഹാബിമാർ അവരെ കൂട്ടത്തിൽ നാലാമത്തെ ആള്, 1,24,000 നാലാമത്തെ ആൾ, അതാണ് അലി തങ്ങൾ. ആരായിരിക്കും? അറിവിന്റെ കവാടമെന്ന് മുത്തുനബി വിശേഷിപ്പിച്ചവർ. എത്ര മഹത്വത്തിന്റെ വാക്കുകളാണ് മുത്തുനബി അലി തങ്ങളെ പറ്റി പറഞ്ഞു. വെറുകൊണ്ട് പറയല്ലത്, അത് ഉള്ളതാ, അതവിടെ സംഭവമാണ്. അലി തങ്ങളുടെ വേദിയല്ലാത്തോണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഭയങ്കരല്ലേ അലി തങ്ങൾ. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇത്തിരൊക്കെ സ്ഥാനമുള്ള അലി തങ്ങൾ, അവിടുത്തെ മകളെ അവിടുന്ന് കല്യാണം ചെയ്തു കൊടുത്ത മരുമകൻ, നബിക്ക് വേണ്ടി എല്ലാ ത്യാഗത്തിനും സന്നദ്ധരായ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ. ഈ അലി ബിൻ അബി ത്വാലിബ് തങ്ങൾ മുത്തുനബിന്റെ സുന്നത്തിനെതിരെ എന്താ മുടിവെക്കല് സുന്നത്താ. ഈ ഇരിക്കുന്നവർക്കൊക്കെ ഉള്ള വിശ്വാസമാണ് ഞാൻ പറയുന്നത്. മുടിവെക്കല് സുന്നത്തെന്ന് ഓല് സ്വന്തം പഠിച്ചിക്കുക. ഷഫീ മദ്ഹബിൽ അങ്ങനെ ഇല്ല. മുടിവെക്കലും സുന്നത്തില്ല, മുടി കളയലും സുന്നത്തില്ല എന്നാണ് ഷാഫി മദ്ഹബിൽ അസ്ല് മസ്അല, അടിസ്ഥാനമായ മസ്അല. എന്നിട്ട് ഓരോ മൂല്യമാര് സ്വന്തം പറഞ്ഞുണ്ടാക്കന്നെ മുടിവെക്കൽ സുന്നത്താണ്. എന്നിട്ട് ഇങ്ങനെ ഓല് യമനിലും അവിടെ ഇവിടെയൊക്കെ പോയി വന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ കൗത്തുക്കും മറ്റൊക്കെ ആക്കിയിട്ട് റസൂലുള്ളാഹിക്ക് മുടി ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, വഹാബിസമാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ പ്രകൃതി നമുക്കില്ല. നബി തങ്ങളുടെ പല നിയമങ്ങളും നമുക്ക് ബാധകമല്ല. അവിടുന്ന് 12 കല്യാണം ചെയ്തു, അല്ലെങ്കിൽ അതിലേറെ ചെയ്തു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 4-ലേറെ നമുക്ക് കല്യാണത്തിൽ തുടരാൻ പറ്റൂല, ഹറാമാണ്, സ്വഹീഹാവൂല. എത്ര മസ്അലകൾ, എത്ര വിഷയങ്ങൾ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നോക്ക് നിങ്ങള്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലമുടി ഹജ്ജത്തുൽ വദാഇൽ എടുത്തു. ഒരു ഭാഗത്തുള്ള തലമുടി എടുത്ത് അബൂ ത്വൽഹ തങ്ങളെ കയ്യിൽ കൊടുത്തു. ഒരു ഭാഗത്തുള്ള തലമുടി എടുത്ത് അബൂ ത്വൽഹന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഉമ്മു സുലൈമിനിക്ക്, അവിടുത്തെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ നേരിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു യഖ്സിമുഹു ബൈനന്നാസ്, അത് അവർക്ക് ഭാഗിച്ചു കൊടുക്കുക. ഉമ്മു സുലൈം അവരുടെ സ്ത്രീകൾക്ക് ഭാഗിക്കാൻ, അബൂ ത്വൽഹ പുരുഷന്മാർക്ക് ഭാഗിച്ചു കൊടുക്കാൻ. ഈ മുടി മുത്തുനബിന്റെ മുടിയാണ്. മുത്തുനബിന്റെ മുടി ഈ സ്ത്രീക്ക് കാണാം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ ജീലാനി തങ്ങളെ മുടി ഒരു സ്ത്രീക്ക് കാണാൻ പറ്റൂല. സിയമിന്റെ മുടി ഒരാൾക്ക് കാണാൻ പറ്റൂല. മുടിയെടുത്താൽ, നഖമെടുത്താൽ കുഴിച്ചിടൽ സുന്നത്താണ്. ഇത് പറയുന്ന സ്ഥലത്ത് പുരുഷന്മാരുടെ മുടി കുഴിച്ചിടൽ ചർച്ച ചെയ്യുന്നു. സ്ത്രീകളുടെ മുടി നിർബന്ധമായും മറച്ചിരിക്കണം. ക്ലോസറ്റിലോ അതിട്ടാ പോരെ, വെള്ളമൊഴിച്ച് അത് അതിന്റെ ടാങ്കിലേക്ക് പോകണം. ഒരാളെ കണ്ണിൽ പെടാൻ പാടില്ല. നമ്മുടെ മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള മുടികൾ സേവ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മുടി ക്ലോസറ്റിലോ അല്ലെങ്കിൽ എന്റെ പരിസരത്തോ ഇട്ടാൽ അത് കാണുന്ന ഓരോരുത്തരും കാണുമ്പോൾ ഹറാം നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. വളരെ സൂക്ഷിച്ചോ. അവിടെയുള്ള മുടിയൊന്നും ആരും കാണാൻ പാടില്ല. ഭാര്യമാർക്ക് മാത്രമേ അത് കാണാൻ പറ്റൂ. ഉമ്മാക്ക് വരെ പറ്റൂല, പെങ്ങൾക്ക് പറ്റൂല. മുട്ടുപൂക്കളിന്റെ ഇടയിലുള്ള മുടി എടുത്താലും അവിടെ നിൽക്കുമ്പോഴും കാണാൻ പറ്റൂല. ജിലാനി തങ്ങൾക്കും കാണാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിയാണോ നമുക്കുള്ളത്? നമ്മളത് പറയാൻ പാടില്ല. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എല്ലാ ആഴ്ചയും മുടി കളഞ്ഞു. മുടി കളയിൽ സുന്നത്തായ 6ഓളം ഘട്ടങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വല്ലാത്തൊരു മനുഷ്യനായിരുന്നു.